ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ നൽകുന്നൊരു ചരിത്രമാണ്. അതേറെ വികാരഭരിതവും ഹൃദയസ്പൃക്കുമാണ്. വിശുദ്ധ ഖുർആൻ മാറ്റി വളർത്തി പോഷിപ്പിച്ച ഒരു വിഭാഗത്തെ മനസ്സിലാക്കാൻ ഒരു ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ ഒരു വ്യക്തിയെ എന്നും ദുഃഖഭരിതമായി കാണുമായിരുന്നു. നമുക്ക് എന്നും ദുഃഖിതനാണ്, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ പ്രസരിപ്പില്ലേ ഇല്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു എന്നാണ്, മാലക യകൂനു മഹ്സൂനൻ, എന്താണ് എപ്പോഴും താങ്കൾ ദുഃഖഭരിതൻ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അദ്നബ്തു ദംബൻ ഫിൽ ജാഹിലിയ്യ അഖാഫു അല്ലാ യുഗ്ഫറ ലി വ ഇൻ അസ്ലംതു. റസൂലെ, ജാഹിലിയത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അള്ളാഹു അതെനിക്ക് പുറത്തു തരൂല്ല എന്ന പേടിയിലാണ് ഞാൻ. അതുകൊണ്ടാണ് എപ്പോഴും എൻ്റെ മുഖത്ത് ദുഃഖം, വിഷമം തളം കെട്ടി നിൽക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അഖ്ബിർനി അൻ ദംബിക്, എങ്കിൽ ആ തെറ്റ് നിങ്ങൾ എന്നോട് പറയൂ എന്ന് പറയാൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യാ റസൂലല്ലാഹ് കുൻതു മിനല്ലദീന യഖ്തുലൂന ബനാതഹും. റസൂലെ, ഞാൻ പെൺമക്കളെ കൊല്ലുന്നവരുടെ ഗണത്തിലായിരുന്നു. പെൺമക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വധിക്കുമായിരുന്നു. ഫവുലിദത് ലി ബിൻതുൻ ഫശഫഅത് ഇലയ്യ സൗജതി അൻ അത്റുകഹ. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു പെൺകുട്ടി ഉണ്ടാകുന്നത്, ജനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അവർ ശുപാർശ ചെയ്തു, നിങ്ങളിതിനെ കൊല്ലല്ലേ, ജീവിക്കാൻ വിടി എന്ന് പറഞ്ഞു. ഫതറക്തുഹ, അങ്ങനെ ആ കുട്ടിയെ ഞാൻ കൊന്നില്ല, ജീവിക്കാൻ വേണ്ടി വിട്ടു. ഫകബ്റത് വ അദ്റകത് വ അസ്ബഹത് മിൻ അജ്മലിൻ നിസ, ഞാൻ കൊല്ലാതെ ആ കുട്ടിയെ ജീവിക്കാൻ വിട്ടു. കുട്ടി വളർന്നു വലുതായി. ഫഅദ്റകത്, അത് പ്രായം വിളിച്ചറിയിച്ചു. വ അസ്ബഹത് മിൻ അജ്മലിൻ നിസ, സ്ത്രീ രത്നങ്ങളിൽ ഏറ്റവും സുന്ദരിയായി ആ കുട്ടി, എൻ്റെ മകൾ പരിലസിച്ചു. അങ്ങനെ ഫജാഉ യഖ്തുബൂനഹ ഇലൈ, ആളുകളൊക്കെ ഇവരെ വിവാഹാന്വേഷിച്ച് എൻ്റെ അടുക്കലേക്ക് വരാൻ തുടങ്ങി കുട്ടിയെ. ഫഅഖദത്നി അൽ ഹമിയ വലം യതഹമ്മൽ ഖൽബി അൻ ഉസവ്വിജഹ ഔ അത്റകഹ ഫിൽ ബൈത്ത് ബിദൂനി സൗജ്. അയാൾ പറയും, റസൂലെ, കല്യാണം അന്വേഷിച്ച ആളുകൾ വന്നപ്പോൾ എനിക്ക് ജാഹിലിയത്തിൻ്റെ ഹമിയത്ത് പിടികൂടി. ഹമിയത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഒരു സ്ത്രീയെ മറ്റൊരാളുടെ കീഴിൽ ജീവിക്കാൻ വിടുക എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാനാവുന്ന ഒരു ഇതല്ല. ജാഹിലിയത്തിൻ്റെ ആ ഒരു ദുരഭിമാനം അതെന്നെ പിടികൂടി. അതുകൊണ്ട് തന്നെ കെട്ടിച്ചു കൊടുക്കാനും ദുരഭിമാനം, എൻ്റെ ഹൃദയം എന്നെ സമ്മതിച്ചില്ല. ഒരു ഭർത്താവില്ലാതെ വീട്ടിലിരിക്കാൻ അതിനും എൻ്റെ കൽബ് എന്നെ സമ്മതിച്ചില്ല. നോക്കണം നിങ്ങൾ, വിവാഹപ്രായത്തെ പെൺകുട്ടിയാണ്. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഫഖുൽതു ലിസൗജതി ഇന്നി ഉരീദു ഖറിയത കദാ ഫി അസൂരി അഖ്രിബായി ഫബഅസിഹാ മഈ എന്നാണ്. ഭാര്യനോട് ഇയാൾ പറയാണ്, ഞാൻ ഇന്ന ഗോത്രത്തിലേക്ക്, ഇന്ന നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു, അവിടെ എൻ്റെ അടുത്ത ബന്ധുക്കളുണ്ട്, അവരെ സിയാർത്ത് ചെയ്യാൻ, അതുകൊണ്ട് ഈ കുട്ടിയെ എൻ്റെ കൂടെ വിടണം എന്ന് പറയാം. ഫസുറത്ത് ബിദാലിക്, അടുത്ത കുടുംബക്കാരെ, ഭർത്താവിൻ്റെ അടുത്ത കുടുംബക്കാരെ കാണാൻ മകളായിട്ട് പോകുക എന്ന് പറയുമ്പോൾ ആ അമ്മക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഫസയ്യനത്ഹാ ബിൽ ലിബാസി വൽ ഹുലൽ, ബന്ധുക്കളുടെ അടുക്കലേക്ക് പോകുകയല്ലേ, ഈ ഉമ്മ ഈ പെൺകുട്ടിയെ നല്ല ഉടയാടകൾ ധരിപ്പിച്ചു, ആഭരണങ്ങൾ ധരിപ്പിച്ചിട്ട് അണിയിച്ചൊരുക്കി ഇയാളെ കൂടെ വിട്ടു എന്നാണ്. അദ്ദേഹം പറയുകയാണ്, ഫദഹബ്തു ബിഹാ ഇലാ റഅസി ബിഇരിൻ, ഈ കുട്ടിയെയും കൊണ്ട് ഞാൻ ഒരു കിണറ്റിൻ്റെ അടുക്കലേക്കാണ് പോയത്. ഞാൻ ആ കിണറ്റിലേക്ക് എത്തിയപ്പോൾ ഫത്നത്തിൽ ജാരിയത്തു ഇന്നി ഉരീദു അൻ ഉൽഖിയഹ ഫിൽ ബിർ, പെൺകുട്ടിക്ക് മനസ്സിലായി ഞാൻ അവളെ ഈ കിണറ്റിലേക്ക് തള്ളിയിടാനാണ് കൊണ്ടുവന്നത് എന്ന് കുട്ടിക്ക് മനസ്സിലായി. അദ്ദേഹം പറയാണ്, ഫൽതസമത്നി വഖാലത്ത് യാ അബി മാദാ തുരീദു അൻ തഫ്അല ബി. ആ കിണറ്റിൻ്റെ വക്കിൽ നിന്ന് അവൾ എന്നെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. ഫൽതസമത്നി, എന്നിട്ട് അവർ പറഞ്ഞു, ബാപ്പ നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? വജാലത്തബ്കി എന്നാണ്. അവൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ സഹാബി പറയാണ്, ഫറഹിം തുഹ, അവൾ ആ കരയുന്നത് കണ്ടപ്പോൾ എന്നെ കൂട്ടിപ്പിടിച്ച് എന്നോട് ഈ ചോദ്യം ചോദിച്ച് കരഞ്ഞപ്പോൾ ഞാൻ അവളോട് കരുണ കാണിച്ചു, അവൾ വിട്ടു. സുമൻ അമർത്തു ഇലൽ ബിർ, പിന്നെ ഞാൻ ഒന്നുകൂടി കിണറ്റിലേക്ക് നോക്കിയപ്പോൾ ഫഅഖദത്നിൽ ഹമിയ, വീണ്ടും എനിക്ക് ആ ജാഹിലിയത്തിൻ്റെ രോഷം അത് പിടികൂടി. വീണ്ടും ഇതിനെ കിണറ്റിലേക്ക് വലിച്ചിടാൻ, അതാണ് ആ രോഷം. അപ്പോൾ വീണ്ടും ഫൽതസമത്നി വജാലത്തബ്കി, അവൾ എന്നെ അണച്ചുപൂട്ടി മകൾ, അവൾ കരയാൻ തുടങ്ങി. കാലത്ത് അവൾ പറഞ്ഞു, യാ അബി ലാ തുദയ്യ അമാനത ഉമ്മി, വാപ്പ നിങ്ങൾ ഒരിക്കലും ഉമ്മാക്ക് കൊടുത്തൊരു കരാറുണ്ട്, ഉറപ്പുണ്ട്, അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എന്നെ ഒരുക്കി വിട്ടപ്പോൾ അമ്മ ഫഅഖദത് മിൻഹു അൽ മവാസിഖ് അല്ല അഖൂനഹ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അവളെ ഉമ്മനെ ചതിക്കരുത് എന്നതിൽ കരാർ സ്വീകരിച്ചിട്ടാണ് വിട്ടത് എന്നാണ്. അതാണ് ഈ മകൾ ഉണർത്തുന്നത്. യാ അബി ലാ തുദയ്യ അമാനത ഉമ്മി, ഉമ്മാക്ക് കൊടുത്ത അമാനത്ത് വാപ്പ നിങ്ങൾ ലംഘിക്കരുത്, നഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ ഒരിക്കലും ഈ കിണറ്റിലേക്ക് എന്നെ ഇടരുത് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയാണ്, ഫറഹിം തുഹ, ഞാൻ അവളെ ഒരു കരുണ കാണിച്ചു, അവളെ വിട്ടു. പക്ഷേ മർറത്തൻ അംദുറു ഇലൈഹ ഫറഹമുഹ വമർറത്തൻ അംദുറു ഇലൽ ബിർ ഫഅഖുദുനിൽ ഹമിയ, ഞാൻ ഒരിക്കൽ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കും,
അപ്പോൾ എനിക്ക് കരുണ വരും. ചിലപ്പോൾ ഞാൻ കിണറ്റിലേക്ക് നോക്കും, അപ്പോൾ എനിക്ക് ജാഹിലിയത്തിൻ്റെ ആ രോഷം പിടികൂടും, എറിയാൻ തോന്നും. അങ്ങനെ ഫഹലബനിയ ഷൈത്താൻ എന്നെ ജയിച്ചു, എന്നെ തോൽപ്പിച്ചു. ഫഅഖത്തുഹാ വഅൽഖൈതുഹാ ഫിൽ ബിഇരി മൻകൂസതൻ, ഞാൻ ഈ പെൺകുട്ടിയെ പിടിച്ചിട്ട് തല കീഴ്മേൽ ആ കിണറ്റിലേക്ക് അവളെ എറിയുകയുണ്ടായി. ഫജഅലത് തബ്കി, ആ കിണറ്റിൽ ഈ കുട്ടി കരയാൻ തുടങ്ങി. യാ അബീ ഖതൽതനി, യാ അബീ ഖതൽതനി, വാപ്പ നിങ്ങളെന്നെ കൊന്നുവല്ലേ, വാപ്പ എന്ന് നിങ്ങളെന്നെ കൊന്നുവല്ലേ എന്ന് വിളിച്ച് അവർ ആ കിണറ്റിൻ്റെ അടിയിൽ നിന്ന് കരയാൻ തുടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫവഖഫ്തു ഇൻദൽ ബിഇരി ഹത്താ ഖതഅ സൗതുഹ, അവിടെ ആ കരച്ചിൽ തീരുവോളം ഞാൻ ആ കിണറ്റിൻ്റെ വക്കത്ത് തന്നെ നിന്നു. അവളുടെ കരച്ചിൽ അടങ്ങിയപ്പോൾ ഫറജഅത്, ഞാൻ മടങ്ങി എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. അദ്ദേഹം പറയാണ് ഫബക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കഥ കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നിട്ട് റസൂൽ പറഞ്ഞു, ലൗ ഉമിർതു അൻ ഉആഖിബ അഹദൻ ബിമാ ഫഅല ബിൽ ജാഹിലിയ്യ ലഅഖബ്തുക, ജാഹിലിയത്തിൽ ഒരാൾ ചെയ്ത കുറ്റത്തിന് അയാളെ ശിക്ഷിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശിക്ഷിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്നാണ്. ഈ മനുഷ്യൻ ഈമാൻ ഉൾക്കൊണ്ട് വിശ്വാസിയായതിനു ശേഷം സദാ ദുഃഖം ആ മുഖത്ത് തളം കെട്ടാൻ, ആ വിഷമം അദ്ദേഹത്തെ വേട്ടയാടാൻ കാരണം ഈ ഒരു കൊടും പാപമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജനിച്ച ഉടനെ എന്ന് തന്നെ പറഞ്ഞാൽ അത് അസഹ്യമാണ്, അചിന്ത്യമാണ്. പക്ഷേ വളർത്തി വലുതാക്കി പ്രായപൂർത്തി എത്തി, വൈവാഹിക പ്രായമെത്തിയിട്ട് വിവാഹാലോചനകൾ വരുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി, അതും അവൾ പലതവണ അദ്ദേഹം പറയണം ഇൽതസമത്നി, അവൾ എന്നെ അണച്ചു പൂട്ടിയിട്ട് യാ അബി മാതാ തുരീദു അൻ തഫ്അല ബി, വാപ്പ നിങ്ങൾ എന്താണ് എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുകയാണ് കിണറ്റിൻ്റെ പക്കത്ത് നിന്ന്. യാ അബി ലാ തുദയ്യ അമാനത ഉമ്മി, ഉമ്മാക്ക് കൊടുത്ത ഉറപ്പ് വാപ്പ നിങ്ങൾ ലംഘിക്കല്ലും എന്നത് പറയാണ്. എന്നിട്ടത് കരയാണ്. അപ്പോൾ ഇയാൾക്ക് റഹ്മത്ത് വരുന്നുണ്ട്. പക്ഷേ ആ ജാഹിലിയത്തിൻ്റെ ഹമിയത്ത് അത് കിണറ്റിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് വരികയും അവസാനം അവരുടെ കാലിൽ പിടിച്ച് തലകുത്തനെ, അതാണ് അൽഖൈതുഹാ ഫിൽ ബിഇരി മൻകൂസതൻ എന്നാണ്, തല കുത്തിയിട്ടാണ് അയാൾ ആ കുട്ടിയെ വീഴ്ത്തിയത് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ ഖൽബ് എത്ര കറുത്തിരുന്നു എന്നുള്ളത്. ജാഹിലിയത്ത്, അതിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അന്യാചാരങ്ങളുമൊക്കെ ഇങ്ങനെ വേട്ടയാടിയുന്ന ഒരു വിഭാഗം, അവരെയാണ് വിശുദ്ധ ഖുർആൻ മാറ്റിയത്, അവരെയാണ് വിശുദ്ധ ഖുർആൻ സംസ്കരിച്ചത്, അവരെയാണ് വിശുദ്ധ ഖുർആൻ സമുദ്ധരിച്ചത്. വിശുദ്ധ ഖുർആൻ ഈമാൻ സന്നിവേശിപ്പിച്ച് അവരെയാണ് ലോകത്തിന് മാതൃകയാക്കി ഉയർത്തി ഈ വിധം ഒരു സഹാബത്തിനെ ചരിത്രത്തിൽ കാഴ്ചവെച്ചത്. ഞാനിത് പറഞ്ഞത് വിശ്വാസം, ഈമാൻ അത് എങ്ങനെ മാറ്റം ഉണ്ടാക്കും എന്നത് മനസ്സിലാക്കാൻ, ഇത്തരം മനസ്സുകളെ എങ്ങനെ മാറ്റി എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ ആളുകളിലുണ്ടായിരുന്ന മാറ്റത്തിൻ്റെ ഇത്തരം കഥകൾ ധാരാളമാണ്. പക്ഷേ ഞാനതൊന്ന് ഉദാഹരിച്ചു എന്ന് മാത്രം.